ഇനി കേരളത്തിലേക്ക് വന്നാൽ കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും മധ്യ കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ കുറവാണ്. പല സ്ഥലങ്ങളിലും സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചു. തൃശൂർ മേയർ സഞ്ചരിച്ച വാഹനം അങ്കമാലിയിൽ തടഞ്ഞു. ഈ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കർഷക തൊഴിലാളികളെല്ലാം നടത്തിയ ഐതിഹാസികമായ സമരം. തൃശൂരിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. KSRTC ബസ്സുകൾ സർവീസ് നടത്തി. ചിലയിടത്ത് KSRTCയെ സമരാനുകൂലികൾ തടഞ്ഞു. കടകൾ അടഞ്ഞുകിടന്നപ്പോൾ ഓട്ടോറിക്ഷകൾ പോലുള്ളവ സജീവമായി നിരത്തിലുണ്ട്. ഇടുക്കിയിൽ KSRTC സർവീസുകൾ മുടങ്ങി. നെടുങ്കണ്ടത്ത് സർവീസ് ആരംഭിച്ച KSRTC ബസ് സമരാനുകൂലികൾ തടഞ്ഞു. തുറന്നു പ്രവർത്തിച്ച സർക്കാർ സ്ഥാപനങ്ങളടക്കം പ്രകടനവുമായി എത്തിയവർ അടപ്പിച്ചു. കോട്ടയത്തും ഹർത്താലിന് സമാനമായ പണിമുടക്ക്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും സമരാനുകൂലികൾ തടഞ്ഞു. ആലപ്പുഴയിൽ KSRTC ദീർഘദൂര വണ്ടികൾ ഓടി. കടകമ്പോളങ്ങൾ ഹർത്താൽ പ്രതീതിയിലാണ്. എറണാകുളത്ത് കടകൾ മിക്ക സ്ഥലങ്ങളിലും അടച്ചിട്ടു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. എന്നാൽ ബസ് സർവീസുകൾ മുടങ്ങി. അങ്കമാലി നഗരമധ്യത്തിലാണ് തൃശൂർ മേയർ വന്ന വാഹനം സമരാനുകൂലികൾ തടഞ്ഞത്. പോലീസ് വേഗത്തിലെത്തി വാഹനത്തെ വഴിതിരിച്ചുവിട്ടു. തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് രാജ്യത്തിപ്പോൾ നടപ്പാക്കുന്നതെന്നും വേതന വർധനയില്ലാതെ തൊഴിൽ സമയത്തിൽ മാത്രം വർധനയുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തൊഴിലാളി വിരുദ്ധമായ നിയമമാണ്. ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും ഈ രാജ്യം എല്ലാ സ്വാതന്ത്ര്യാനന്തരം കാണിച്ച തൊഴിലാളി താല്പര്യങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനോ ഉള്ള യാതൊരു പദ്ധതികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ മുമ്പിലില്ല. പണിമുടക്ക് മധ്യ കേരളത്തിലും പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും അടഞ്ഞുകിടന്നു. ദീർഘദൂര സർവീസുകൾ നടത്തി KSRTC സജീവമായപ്പോൾ റെയിൽവേ സാധാരണഗതിയിൽ പ്രവർത്തിച്ചു. കൊച്ചി മെട്രോ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായി. സ്വകാര്യ വാഹനങ്ങൾ ഓടിയപ്പോൾ മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലില്ലാത്ത അവസ്ഥ. പൂർണ്ണമായും മധ്യ കേരളത്തിലെ ജനജീവിതം കാര്യമായി സ്തംഭിച്ചു എന്ന് പറയാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം യു ഷൈജു, മീഡിയ 1 കൊച്ചി.